കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളിൽ തീരുമാനം പ്രതീക്ഷിക്കുന്ന നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വി.എസും പിണറായിയും വ്യക്തമാക്കിയത്. വി.എസിനെതിരെ നടപടി വേണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യവും സംഘടനാ പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് യോഗത്തിൽ അവതരിപ്പിച്ചു. ഇതിനു പിന്നാലെയാണ് നിലപാടിൽ ഉറച്ച് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വി.എസ് ആഞ്ഞടിച്ചത്. വലതുപക്ഷവൽക്കരണമാണ് കേരളത്തിലെ പ്രധാന പ്രശ്നം. ടി.പി. ചന്ദ്രശേഖരൻ വധം ഒറ്റപ്പെട്ട സംഭവമല്ല. വധത്തിൽ ഉൾപ്പെട്ട 1 ഡസനോളം പാർട്ടി പ്രവർത്തകരെ പുറത്താക്കണം. എതിർപ്പുന്നയിക്കുന്നവരെ നേതൃത്വം തരം താഴ്ത്തുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിശബ്ദരാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. SNC ലാവ്ലിൻ അനുമതി, സാന്റിയാഗോ മാർട്ടിനുമായുള്ള ബന്ധം, PDP ബന്ധം തുടങ്ങിയ വിഷയങ്ങളിൽ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചത്. നേതൃത്വം തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നീങ്ങുകയാണ്. പ്രത്യയശാസ്ത്രം ലംഘിച്ചത് സെക്രട്ടറിയും സെക്രട്ടേറിയറ്റുമാണ്. ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ തന്നെ പാർട്ടിയിൽ പ്രതീക്ഷിക്കേണ്ടെന്ന് വി.എസ് വ്യക്തമാക്കി. പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളിൽ അച്ചടക്കലംഘനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വി.എസിന്റെ പ്രസംഗം കേന്ദ്ര കമ്മിറ്റിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം M.A. ബേബി പരിഭാഷപ്പെടുത്തി. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രസംഗിക്കുന്ന പതിവില്ലെങ്കിലും വി.എസിന്റെ വാദങ്ങൾ ഗണ്ണിച്ച് പിണറായി വിജയൻ യോഗത്തിൽ സംസാരിച്ചു. നിർണായക ഘട്ടങ്ങളിൽ വി.എസ് പാർട്ടിക്കൊപ്പം നിന്നില്ലെന്നും കടുത്ത നടപടി തന്നെ വേണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. മുതിർന്ന നേതാവെന്ന പരിഗണന വി.എസിന് നൽകിയിരുന്നു. തെറ്റുതിരുത്താൻ അവസരങ്ങൾ നൽകിയതായും പിണറായി പറഞ്ഞു. ഇരുവരുടെയും പ്രസംഗത്തിന് ശേഷം പുനരാരംഭിച്ച കേന്ദ്ര കമ്മിറ്റിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. നടപടി സംബന്ധിച്ച കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൽ നാളെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. എം. ഉണ്ണികൃഷ്ണൻ, ഇന്ത്യ വിഷൻ, ദില്ലി.